ഗവൺമെൻറ്റിന് സർവേ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ ഇതുവരെയും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സർവേ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സർവേ എടുക്കാനും പറ്റുന്നില്ല. ഗവൺമെൻറ് കണ്ണു തുറന്ന് കാണിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മൾ ആശമാർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് വൈകുന്നേരം 4 മണിക്ക് 5 മണിക്കുള്ള വാർത്തകളിൽ വരുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, കോവിഡ് കാലത്ത് ഇത്ര പേര് മരിച്ചു, ഇത്ര പേർക്ക് പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഇത്ര പേര് ഇതുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞത് ആശമാരാണ്. കേവലം താഴെത്തട്ടുള്ള ആശമാർ പറഞ്ഞതുകൊണ്ടാണ് വൈകുന്നേരം മന്ത്രി വായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് അമിതഭാരമായിട്ട് തോന്നും. ഞങ്ങൾ ഒരു ദിവസം കൂടെ ചോദിച്ചാലും തരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ആരോടുകൂടെ നിൽക്കും? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്, അതായത് ശമ്പളം വർദ്ധിപ്പിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. രാപ്പകൽ സമരമാണ്. സമരം ഇപ്പോൾ 6ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അവർ നേരിടുന്ന, ഈ ആശാ വർക്കർമാർ നേരിടുന്ന ഒരുപാട് ദുരിതങ്ങളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മലയാളി വാർത്തയോട് അവർ പങ്കുവയ്ക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ 6 മാസം കൊണ്ട് 8-9 സർവേ നമ്മളെടുത്തു കഴിഞ്ഞു. പക്ഷേ സർവേ പൂർത്തിയാകുമെന്ന് ചോദിച്ചാൽ പൂർത്തിയാകുന്നില്ല. കാരണം സർവേ എടുത്ത് 2-3 മാസം കഴിയുമ്പോൾ നെക്സ്റ്റ് സർവേ വരും. ഇതിന് വെച്ചിട്ട് നമ്മൾ അതെടുക്കും. അതെടുത്ത് 2 മാസം കഴിയുമ്പോൾ അടുത്ത സർവേ വരും. ഇങ്ങനെ ഗവൺമെൻറ്റിന് സർവേ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ ഇതുവരെയും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സർവേ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സർവേ എടുക്കാനും പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡ്യൂട്ടി നോക്കണം, മറ്റു കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണം, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, NCD പ്രോഗ്രാം, പാലിയേറ്റീവ് വിസിറ്റ്, ഇതെല്ലാം ചെയ്തതോടൊപ്പമാണ് ഈ സർവേയും നടക്കുന്നത്. ഈ സർവേ യഥാർത്ഥത്തിൽ ശൈലി എന്ന് പറയുന്ന ഒരു സർവേയിൽ TB സർവേയും അതുപോലെ തന്നെ ലെപ്രസി സർവേ എല്ലാ രോഗങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു 17 രോഗങ്ങളെക്കുറിച്ചുള്ള സർവേയാണ് ശൈലിയിൽ വരുന്നത്. അതെല്ലാം ഞങ്ങൾ എടുത്തതിന് ശേഷം അതോടൊപ്പം TBയുടേതും വരുന്നു, അതിൻ്റെ വിവിധ മേഖലകളെല്ലാം വരുന്നു. ഇതെല്ലാം എടുത്തതിന് ശേഷം വീണ്ടും നമ്മളെ വേറിട്ട് ഓരോ സർവേ ആയിട്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്ത് നമ്മുടെ ആശമാർ എല്ലാവർക്കും വേണമായിരുന്നു. താഴെത്തൊട്ടിലുള്ള ആശമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. നമ്മൾ വീടാന്തരം കയറിയിറങ്ങി കോവിഡ് പേഷ്യൻ്റെ നോക്കുകയും അവർക്ക് വേണ്ടുന്ന ക്വാറന്റൈനിൽ ഇരുന്നവരെയും അതുപോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മളാണ്. അന്ന് ആ 19, 20, 21 കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ അവഗണിച്ചു, നല്ലപോലെ അവഗണിച്ചു. അതേ അവഗണനയാണ് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. ഈ അവഗണന സഹിക്കാൻ ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഈ 2 സഹോദരിമാർ പറഞ്ഞ പോലെ ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇനി അതിൽ യാതൊരു എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയും. അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ണു തുറന്ന് കാണിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മൾ ആശമാർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് വൈകുന്നേരം 4 മണിക്ക് 5 മണിക്കുള്ള വാർത്തകളിൽ വരുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, കോവിഡ് കാലത്ത് ഇത്ര പേര് മരിച്ചു, ഇത്ര പേർക്ക് പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഇത്ര പേര് ഇതുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞത് ആശമാരാണ്. കേവലം താഴെത്തൊട്ടുള്ള ആശമാർ പറഞ്ഞതുകൊണ്ടാണ് വൈകുന്നേരം മന്ത്രി വായിക്കുന്നത്. മന്ത്രി എന്ന് മാത്രമല്ല, പഞ്ചായത്ത് തലത്തിലായാലും PHC തലത്തിലായാലും നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ മുകളിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് അത് വായിക്കുന്നത്. ഒരു സർവേ എടുക്കുന്നതെന്ന് പോലും ഇവിടെ എത്ര ജനങ്ങളുണ്ടെന്ന് അറിഞ്ഞാൽ ആശയ്ക്ക് മാത്രമേ അറിയൂ. എത്ര 0 to 5 എന്നോ അല്ലെങ്കിൽ അതിനടുത്ത ഓരോ സർവേയും. ഇപ്പോൾ ഒരു സർവേ നടന്നു, നിങ്ങളായാൽ അത് ഞെട്ടിപ്പോകും. അത്രയും ബുദ്ധിമുട്ടുള്ള സർവേയാണ് നമ്മളെടുത്ത് കൊടുക്കുന്നത്. അത് വെച്ച് ഗവൺമെൻറ് അറിയാം ഈ സ്ഥലത്ത് എത്ര, നമ്മുടെ തിരുവനന്തപുരത്തിനകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് എത്ര ജനങ്ങളുണ്ട്, അവരെങ്ങനെയുള്ളവരാണ്, അവർക്ക് എന്താണ് അസുഖം, എത്ര അസുഖമുള്ളവരുണ്ട് എന്നെല്ലാം ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് തരുന്നത് ഒരു നന്ദി വാക്ക് പോലുമില്ല, അവഗണനയാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കും. നമ്മുടെ ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇപ്പോൾ ആശുപത്രികളിൽ ഒരുപാട് ചുമതലകൾ തന്ന് ഞങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് പോകാനോ ഈ ഫീൽഡ് വിസിറ്റിനോ സമയമില്ല. 24 hours ആശമാർ ജോലി ചെയ്യണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതിനോട് ഞങ്ങൾക്കിപ്പോൾ യാതൊരു യോജിപ്പില്ല. കാരണം ഞങ്ങൾ വെറും 7000 രൂപ വാങ്ങുകയാണ്. ഈ 7000 രൂപ എന്ന് പറയുന്നത് 3 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. ഓരോരുത്തരും അസുഖമായിട്ടും മറ്റു വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് പോലും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തരാതെ വിട്ടാൽ ഞങ്ങൾക്ക് ഇനി ഇത് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ പോകും. ഇപ്പോൾ നമുക്കൊരു ശൈലി ആപ്പ് 1ഉം 2ഉം നടന്നു, 1ും 2ഉം.
അതിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ ഒരു വാർഡിൽ എത്ര 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ടെന്നും അതിൽ തന്നെ എത്ര ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെന്നും എത്ര TB പേഷ്യൻ്റ് ഉണ്ടെന്നും എന്തൊക്കെ അസുഖമുള്ള ആൾക്കാരുണ്ട്, എത്ര BP ഉണ്ട്, എത്ര ഷുഗർ ഉണ്ട്. അവർക്ക് ആ സൈറ്റ് ഓപ്പണാക്കി നോക്കിയാൽ മാത്രം മതി. ആ സൈറ്റ് ഓപ്പണാക്കി നോക്കിയാൽ അവർക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു വാർഡിൽ ഇത്ര 30-ന് മുകളിലുള്ള ഇത്ര ആൾക്കാരുണ്ട്, അതിൽ ഇത്ര പേഷ്യൻസ് ഉണ്ട്, അതിൽ ഇത്ര പേഷ്യൻ്റ് ഒരാൾ എത്ര പേഷ്യൻ്റ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര പേഷ്യൻ്റ് CA പേഷ്യൻ്റ് ഉണ്ട്, എത്ര പേഷ്യൻ്റ് CA പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കീമോ ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ശൈലിയിൽ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷേ ആ ശൈലി തീരുന്ന മുന്നെയാണ് അടുത്ത LCDC വരുന്നത്. ഈ LCDC ആയാലും ഈ ശൈലിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് വരുന്നത്. അതും നമ്മൾ വീടാന്തരം പോയി കയറി ചെയ്ത് പേപ്പറിൽ എഴുതുക, അല്ലാതെ വെറുതെ പോയി ചെയ്താൽ പോരാ. അതൊരു വീട്ടു നമ്പർ, ഗൃഹനാഥൻ്റെ പേര്, അവിടെ എത്ര അംഗങ്ങളുണ്ട്, അതിൽ എത്ര പേർക്ക് നോക്കി, ആധാറിൻ്റെ LCD എത്ര പേർക്ക് നോക്കി, ഇതെല്ലാം അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ശൈലിയിലും ചെയ്തത്. ആ ശൈലി തീരണതിന് മുന്നെയാണ് ഈ LCDC വന്നത്. അപ്പം സർവേയുടെ മുകളിൽ സർവേ, ഒരു സർവേ തീർന്ന അടുത്ത സർവേ, അങ്ങനെ സർവേ കൊണ്ട് മനുഷ്യന് സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം. ശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ആധാർ വെച്ചിട്ടാണ് നമ്മൾ ഈ സർവേ പൂർത്തിയാക്കുന്നത്. പലർക്കും ഇപ്പം അറിയാമല്ലോ, ആധാർ തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആധാർ വെച്ച് ചെയ്യുമ്പോൾ അവരുടെ ഫോണിൽ ഒരു OTP പോകും. ആ OTP നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ സർവേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ട്. ഒരു വീട്ടിൽ പോകുമ്പോൾ ചിലപ്പം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ മണിക്കൂറുകളോളം ആ വീട്ടിൽ ഇരുന്നാൽ മാത്രമേ ആ ജോലിക്ക് പോയ ആളെ ഫോണിൽ OTP പോയി അത് തിരിച്ച് വന്ന് നമ്മൾ അടിച്ച് ഒരു വീട്ടിൽ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ കൂടുതൽ നമുക്ക് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ സർവേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 1800 പരം വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സർവേ നിൽക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇപ്പം TBയുടെ സർവേ വന്നു, LCDC അശ്വമേധം കുഷ്ഠരോഗത്തിൻ്റെ സർവേ വന്നു. അതെല്ലാം നമ്മൾ ഈ ശൈലിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും വീണ്ടും പ്രത്യേകം വരുന്നതാണ്. ഇതിനൊന്നും നമ്മൾ ഒരു ഓണറേറിയം കൈപ്പറ്റിക്കൊണ്ടല്ല ഈ സർവേകൾ ചെയ്യുന്നത്. നമ്മുടെ അടിച്ചേൽപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ ആശന്മാരാണ്, നിങ്ങളാണ് ഈ സർവേകൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സാലറി 7 അല്ലേ? ഇതിന് എത്ര ഉയർത്തണമെന്നാണ്? നമുക്ക് 21,000 രൂപ. നമ്മുടെ ലാസ്റ്റ് ഇവിടെ കണ്ടീജൻ വർക്കേഴ്സിന് വരെ നമ്മൾ 21,000 രൂപയിൽ ലാസ്റ്റ് സാലറി, സർക്കാരിൻ്റെ ഏറ്റവും കുറഞ്ഞ സാലറി 21. ആ 21,000 രൂപ നമുക്ക് കിട്ടണമെന്നാണ്. അതിൽ പരം ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവുമില്ല, അത്രയ്ക്ക് ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 21,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇൻസെൻറ്റീവ് എത്രയാണ്? ഇൻസെൻറ്റീവ് നമ്മൾ അതിന് നിബന്ധനകളുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് വർക്ക് അനുസരിച്ചാണ് ഇൻസെൻറ്റീവ് വരുന്നത്. ഇപ്പം നിശ്ചിത ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 ക്രൈറ്റീരിയ ഉണ്ട്. ആ 5 ക്രൈറ്റീരിയ ചെയ്യുമ്പോൾ നമുക്ക് 3,000 രൂപ കിട്ടും. പിന്നെ നമ്മൾ അല്ലാതെ കുറച്ച് ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യങ്ങളും ഗർഭിണികളുടെ കാര്യങ്ങളും അല്ലാതെ കുറേ വർക്കുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ഫിക്സഡ് കാര്യം പൾസ് പോളിയോ, എല്ലാ വർഷവും പൾസ് പോളിയോ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പൾസ് പോളിയോയ്ക്ക് 8 മണി മുതൽ 5 മണി വരെയാണ് നമ്മൾ അവിടെ ഇരുന്ന് പൾസ് പോളിയോ കൊടുക്കേണ്ടത്. നമ്മുടെ 6 മണി മുതലേ പോകണം, എങ്കിലേ നമുക്കതൊക്കെ കളക്ട് ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ. അടുത്ത് 2 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ വീടുകളിലും പോയി നമ്പരെല്ലാം ഇട്ട് നമ്മൾ പോയി അവർക്ക് പോളിയോ കൊടുത്തു നമ്മൾ ഉറപ്പാക്കണം. 500 വീട്, 250 വീട് മുതൽ 750, 800 വീടുള്ള ആശമാരുണ്ട്. എങ്ങനെ വേണം 2 ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഉച്ചയ്ക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. പകുതി നമ്പറിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കണം. 500 വീടുള്ള ഒരു ആശ 250 വീട് ആദ്യത്തെ ദിവസം എടുത്തിരിക്കണം, രണ്ടാമത്തെ ദിവസം 250 വീട് എടുത്തിരിക്കണം. ഇത് എല്ലാം കൂട്ടി നമ്മുടെ അങ്ങ് കൊണ്ട് ഏൽപ്പിക്കണം. ഞങ്ങളിങ്ങനെ ഏൽപ്പിക്കാൻ 250 വീട് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അത് പോയിട്ട് തന്നെ ഇതിന് നമുക്ക് ലഭിക്കുന്ന വേതനം എന്ന് പറയുന്നത് വേറെ 225 രൂപയാണ്. ഈ 3 ദിവസം കൊണ്ട് നമ്മൾ വാങ്ങുന്ന വേതനം 225 രൂപ. ട്രാവൽ ഒന്നും തരത്തില്ല. ട്രാവല് ചിലപ്പോൾ അധികം ഉണ്ടാവത്തില്ല, നമ്മുടെ ഏരിയകളിലാണ് അത് വയ്ക്കുന്നത്. പക്ഷേ 225 രൂപയെ തരൂ. ഞങ്ങൾ രാവിലെ പോയി 5 മണിക്കേ പോയി ഇതിൽ നമ്പർ ഇട്ടാലേ 100 വീട് 12 മണിക്ക് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കത് അമിതഭാരമായിട്ട് തോന്നും. ഞങ്ങൾ ഒരു ദിവസം കൂടെ ചോദിച്ചാലും തരത്തില്ല. അപ്പം ഇങ്ങനെ ഗവൺമെൻറ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ആരോടുകൂടെ നിൽക്കും? ഞങ്ങൾക്ക് സ്വന്തമായി പറഞ്ഞതുപോലെ 700 രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 700 രൂപ ഞങ്ങൾക്ക് 1 മാസത്തേക്ക് 7,000 രൂപയാണ് തരുന്നത്. നമ്മൾ എത്ര ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴേ
ഇതെല്ലാം നമ്മൾ ഏതൊരു ജോലി ചെയ്യലും നമുക്ക് ഒരു പ്രതിഫലവും തരുന്നില്ല. അതിന് തക്ക പ്രതിഫലം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ സേവനം എന്ന് പറഞ്ഞു. ഈ സേവനം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു അടിമത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മോചനം വേണം.